അസ്സലാമു അലൈക്കും. ഹായ് ഓൾ. നല്ല മഴയല്ലേ? അപ്പോൾ വൈകുന്നേരം തൊട്ടേ നല്ല മഴയുണ്ട്. കറണ്ട് പോവാ വരാ അങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഞാൻ ഇഡ്ഡലീൻ്റെ അരി ഒരു 4 മണിക്ക് അരക്കാൻ വേണ്ടി തുടങ്ങിയിനി. പക്ഷേ ഇതുവരെ കംപ്ലീറ്റ് ആയി കിട്ടിയിട്ടില്ല. ഓരോ ടൈമിങ്ങിൽ ഇങ്ങനെ കറണ്ട് പോയിക്കൊണ്ടേ ഇരിക്കുന്നു കേട്ടോ. ഇപ്പോൾ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ ഇഡ്ഡലീൻ്റെ അരി അരച്ച് ഒരു സാമ്പാർ രാത്രി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഇല്ലേ, സാമ്പാർ പൗഡറോ പിന്നെ നമ്മുടെ ഒന്നും കാര്യങ്ങളും എൻ്റെ ഫ്രിഡ്ജിലില്ല. കാരണം അന്നേരം ഞാൻ ഓർക്കുന്നത് നോമ്പ് കഴിഞ്ഞതിന് ശേഷം ഇതുവരെ സാമ്പാർ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. നോമ്പിന് മുമ്പേ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് സാമ്പാറിൻ്റെ അതൊക്കെ ഡേറ്റ് കഴിഞ്ഞ് ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു. സാമ്പാറും നമ്മളെ കായത്തിൻ്റെ പൊടി ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ഒരാളോട് ഞാനിതാ സാമ്പാർ പൊടി വാങ്ങിക്കാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് മുമ്പേ പുറത്തുനിന്നൊക്കെ വന്നത്. ആ സമയത്തൊന്നും എനിക്ക് ഓർമ്മയില്ലായിരുന്നു ഇങ്ങനൊരു സംഭവം എൻ്റെ കയ്യിലില്ല എന്നുള്ളത്. പിന്നെ നമ്മൾ അർജൻറ്റായിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ നിങ്ങൾക്കറിയാലോ, എപ്പോഴും നമുക്ക് തടസ്സങ്ങളായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് റെയിൽവേ ഗേറ്റ് അടച്ചിട്ടുണ്ടായിരുന്നുള്ളത്. അങ്ങനെ കുറേ സമയം അവിടെ നമ്മൾ വെയിറ്റ് ആയിക്കേണ്ടി വന്നു. തിരിച്ച് വന്നിട്ട് കിച്ചണിൽ ഇറങ്ങിയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ മടി പിടിച്ചിട്ട് ഓൾറെഡി നിൽക്കുകയാണ്. അപ്പോഴാണ് ഓരോ തടസ്സങ്ങൾ. അങ്ങനെ നമ്മൾ പെട്രോൾ പമ്പിൽ പോയേക്കുമ്പോൾ അവിടെയാണെങ്കിൽ ഫുള്ളായിട്ട് വലിയ വലിയ ലോറികൾ വന്നിട്ട് പെട്രോൾ നിറക്കുന്ന ആ ഒരു തിരക്കിൽ അവിടെയും കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ആക്കേണ്ടി വന്ന്. അങ്ങനെ പെട്രോളെല്ലാം അടിച്ച് നമ്മൾ തിരിച്ച് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് ഈ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കണം. അതന്നെ എനിക്ക് ഭയങ്കര മടിയാണ്. എന്തെങ്കിലും ഉണ്ടാക്കാൻ നിൽക്കുന്ന സമയത്തില്ല, കറക്റ്റായിട്ട് സാധനങ്ങൾ ഉണ്ടെങ്കിൽ വേഗം അങ്ങ് കഴിയുമല്ലോ പരിപാടി. ഞാൻ അറിഞ്ഞേ ഇല്ല എൻ്റെ കയ്യിൽ സാമ്പാർ പൊടി. പിന്നെ ഞാൻ ഓർക്കുന്നത് ഇത്രയും ദിവസം സാമ്പാർ ഉണ്ടാക്കിയിട്ടില്ലല്ലേ എന്നുള്ള കാര്യം. കാരണം കുറേ ദിവസമായി റൊട്ടീൻസിൽ സാമ്പാർ വരാത്തത്. ദോശ ചുടലുണ്ട്, അപ്പോൾ അത് ദോശയ്ക്ക് ഇവിടെ അധികം ഞാൻ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ സാമ്പാർ പൗഡർ എടുത്ത് സാമ്പാർ ഞാൻ എപ്പോഴും ഇങ്ങനെ പാക്കറ്റ് തന്നെ കേട്ടോ. വല്ലപ്പോഴും ഞാൻ പൊടിച്ച പൊടിയൊക്കെ യൂസ് ആക്കലുള്ളൂ. മടിയാണ് സാമ്പാർ പൊടിയൊക്കെ പൊടിച്ചിട്ടൊക്കെ സൂക്ഷിക്കാനൊക്കെ. നിങ്ങളൊക്കെ സാമ്പാർ പൊടിയൊക്കെ സൂക്ഷിച്ച് വെക്കലുണ്ട്. അങ്ങനെ നമ്മൾ കായത്തിൻ്റെ പൊടിയോ സാമ്പാർ പൊടിയൊക്കെ എടുത്ത് ഞാൻ ഈസി സാമ്പാറായിട്ട് ടിഫിൻ സാമ്പാർ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ കഷ്ണങ്ങളൊന്നും കട്ട് ചെയ്യാനൊന്നും കഴിയുന്നില്ല. അതുകൊണ്ട് കഷ്ണങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടേയില്ല. ഒന്നും പോയിട്ട് കട്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയാണ്. ഓൾറെഡി മഴ പെയ്താൽ നിങ്ങൾക്കറിയാമല്ലോ, രാത്രിയെല്ലാം കുക്ക് ചെയ്യാൻ അത്യാവശ്യം മടിയാണ്. പക്ഷേങ്കിലും നമ്മുടെ ചൂട് കാലത്തിനെക്കാട്ടും കുറച്ചും കൂടി ഇഷ്ടമാണ് രാത്രി കുക്ക് ചെയ്യാൻ. മഴ പെയ്യുമ്പോൾ അത് ചൂടൊന്നുമില്ലല്ലോ. അങ്ങനെ അത്യാവശ്യമാണ് സാധനങ്ങൾ പെട്ടെന്ന് എടുപിടി എന്ന് പറഞ്ഞിട്ട് എടുത്ത്. വറ്റൽമുളക് ഈ പ്രാവശ്യം പൊടിപ്പിക്കുന്ന സമയത്ത് എന്നോട് എടുത്ത് വെക്കാനും മറന്നുപോയി. അങ്ങനെ വറ്റൽമുളകും കുറച്ച് ചെറിയ ഉള്ളി അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം. ഇപ്പോൾ എന്താണോ റെഡി കുക്കായിട്ട് വേണ്ടത് അത് വാങ്ങിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. കാരണം മഴ നല്ലപോലെ ഇടയ്ക്ക് തന്നെ ശക്തമായ മഴ, പിന്നെ മഴയില്ല, അങ്ങനെയാണ് പോകുന്നത്. ഹസ്ബൻഡിനാണ് 100 സംശയം. എടി നീ വെറും ഒരു സാമ്പാർ പൊടി കായത്തിൻ്റെ പൊടിയും വെച്ചിട്ട് എന്ത് സാമ്പാറാടി ഉണ്ടാക്കുന്നത്? നീ ഒരു കഷ്ണങ്ങൾ പോലും എടുത്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയൊരു കഷ്ണം മത്തങ്ങ മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ വന്നപ്പോൾ 2-3 സാധനം കൂടി എനിക്ക് വേണമായിരുന്നു കേട്ടോ. ഭയങ്കര മറവിയാണ്. അത് മറന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഞാൻ തലക്കടിച്ച് ഇനിയിപ്പോൾ പറഞ്ഞൊരു രക്ഷയില്ല. അപ്പോൾ പിന്നെ ഈ ഒരു സാമ്പാർ ഉണ്ടാക്കൽ വളരെ കുറവാട്ടോ ഞാൻ, ഈ ഒരു ടിഫിൻ സാമ്പാർ. കാരണം ഇവിടുത്തെ കുട്ടികളെല്ലാം വല്ലപ്പോഴേ ഈ ഒരു പച്ചക്കറി കഷ്ണങ്ങൾ കഴിച്ച് കിട്ടണമെങ്കിൽ ഇങ്ങനെ സാമ്പാറൊക്കെ ആക്കിയാലേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ മാക്സിമം കഷ്ണങ്ങൾ ഇട്ടിട്ട് തന്നെ ഞാൻ സാമ്പാർ ഉണ്ടാക്കൽ. പക്ഷേ ഇന്ന് എനിക്ക് ഒട്ടും വയ്യ എനിക്ക് കഷ്ണങ്ങളൊന്നും കട്ട് ചെയ്തെടുക്കാൻ. പക്ഷേ ടിഫിൻ സാമ്പാർ നല്ല ടേസ്റ്റാട്ടോ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് മാക്സിമം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടിഫിൻ സാമ്പാർ എന്ന് പറഞ്ഞാൽ നമ്മളില്ലേ പുറത്ത് പോയിട്ട് കഴിക്കുന്ന ടിഫിൻ സാമ്പാറിൻ്റെ ആ ഒരു ടേസ്റ്റിൽ ആയി കിട്ടണം എന്ന് എനിക്ക് പ്രത്യേക ഒരു വാശിയുണ്ട്. കാരണം അത്രയും എന്നോട് ചോദിച്ചതാണ് നീ എന്ത് കുന്താ ഉണ്ടാക്കി എടുക്കുന്ന ഒരു കഷ്ണങ്ങളൊന്നും ഇല്ലാതെ എന്നുള്ള. അപ്പോൾ പിന്നെ നമ്മൾ പുറത്ത് പോയല്ലേ, ബാംഗ്ലൂർ ചെന്നൈയിലൊക്കെ പോയി നമ്മൾ കഴിക്കുന്ന പിന്നെ ഇഡ്ഡലി ആയാലും ദോശ ആയാലും അവിടുത്തെ സാമ്പാർ എന്താ പറയുക, അവിടുത്തെ ചായ പോലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിലത്തെ നമ്മൾ റെസ്റ്റോറൻറ്റ് എത്ര വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ പോയാലും അവിടുത്തെ കിട്ടുന്ന പോലത്തെ ഇഡ്ഡലിയോ ദോശയോ സാമ്പാറോ ഇതുവരെ കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്, എന്നാലും കഴിക്കാൻ പറ്റിയിട്ടില്ല. മാക്സിമം നമ്മൾ ഇപ്പോൾ ആര്യ റെസ്റ്റോറൻ്റ് ആയാലും അങ്ങനെയൊക്കെ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ കയറിയാൽ പോലും ഈ ഒരു അവിടുത്തെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. മാക്സിമം ഞാൻ അവിടുത്തെ ആ ഒരു രുചി അവിടുത്തെ ടിഫിൻ സാമ്പാറിലൊക്കെ ഇല്ലേ നമ്മൾ മുന്നിട്ട് നിൽക്കും ഗീയുടെ ടേസ്റ്റ്. അങ്ങനെ മാക്സിമം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെന്താ ഞാനില്ലേ രാവിലെ ഏർലി മോർണിംഗ് എഴുന്നേറ്റിട്ടാട്ടോ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത്രയും കഷ്ടപ്പെട്ട് തലേദിവസം സാമ്പാറൊക്കെ ഉണ്ടാക്കി വെച്ച് എന്തിനാന്ന് പറഞ്ഞാൽ എൻ്റെ മോളൊക്കെ ഉണ്ടാക്കാൻ ഇന്ന് പോകണം കോഴിക്കോടല്ല അടിവാരത്തേക്ക്. അപ്പോൾ അത്രയും ദൂരം നമുക്ക് ഇവിടുന്ന് ഇറങ്ങണമെങ്കിൽ അവിടെ മോൾക്ക് ക്ലാസ്സിന് എത്തിപ്പെടാനാണെങ്കിൽ നമ്മളിവിടെ 6 മണിക്കെങ്കിലും ഇറങ്ങണം. അതുകൊണ്ട് ഞാൻ ഒരു 5 മണിയാകുമ്പോഴത്തെ കിച്ചണിൽ വന്ന് ഇഡ്ഡലി വേവിക്കാൻ വെച്ച്. അപ്പോൾ ഇതാ ഒരാൾ പള്ളിയിൽ നിന്നൊക്കെ നിസ്കരിച്ചൊക്കെ വരുന്നുണ്ട്. ആ ഒരു സമയത്തേക്ക് നമ്മൾ ഇഡ്ഡലി ഒരു 3-4 ബാച്ചൊക്കെ ഞാൻ വേവിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന്
അടിച്ച് വാരി വൃത്തിയാക്കി എടുക്കണം. എന്താ വെച്ചാൽ ഇവിടെ എനിക്ക് അടിച്ച് വാരാതെ ഒരു ദിവസം പോലും നിൽക്കാൻ കഴിയില്ല. ഒന്നാമത് നമ്മളിവിടെ എല്ലാവരും പെൺകുട്ടികളാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലപോലെ മുടി ഉണ്ടാകും ഉള്ളിൽ ഫുള്ളായിട്ട്. കാരണം വൈറ്റ് മാർബിളാണ്, അതിലിങ്ങനെ മുടി പാറി പറക്കുന്നത് നല്ല വൃത്തിക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ചില ദിവസം രാവിലെയും വൈകുന്നേരമൊക്കെ അടിച്ച് വാരേണ്ടി വരും കുട്ടികൾ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ. അതുകൊണ്ട് ഇനിയിപ്പോൾ എത്ര ഏർലി മോർണിംഗ് പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് അടിച്ച് അടുക്കി പെറുക്കി വെക്കാതെ പോകാമെന്ന് പറഞ്ഞാൽ എനിക്കൊരു ടെൻഷനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം തന്നെ ആ ഇഡ്ഡലി ഓരോ സൈഡിൽ ഒഴിച്ചു കൊടുക്കും. ആ ഒരു സമയം തന്നെ ഇങ്ങ് വന്ന് അടിച്ച് വാരലും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്നിട്ട് വേഗം എല്ലാവർക്കും ചായ ഉണ്ടാക്കി കൊടുത്ത് പിന്നെ ഓരോരുത്തരങ്ങ് റെഡി ആകാൻ പോയി. ആ ഒരു സമയത്ത് ഞാൻ ഇഡ്ഡലി നല്ലപോലെ തണിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണ്ടെയ്നറിലേക്ക് പാക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ പാക്ക് ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു ടെൻഷനാണ്. ഞാൻ ഒഴിക്കുന്ന കറി മതിയാവോ, അത്ര മതിയാവോ, ഇത്ര മതിയാവോ, എപ്പോഴും ഞാൻ കൊടുക്കുന്ന ആൾക്കാർക്ക് തന്നെയാണ് ഞാൻ പാക്ക് ചെയ്യുന്നത്. എന്നാൽ പോലും എനിക്കൊരു ഡൗട്ടാണ്. നമ്മൾ ടേബിളിൽ ഇഡ്ഡലിയും കറിയൊക്കെ കൊണ്ടുവച്ച് അവർക്ക് ആവശ്യാനുസരണം എടുത്ത് കഴിക്കുകയല്ലേ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു തൃപ്തി കുറവാണ്. ഞാൻ ഒഴിച്ചത് കുറവായി പോവോ ചിലപ്പോൾ ഇത് ഓവറായിരിക്കുമേ, എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ 4 പേരുണ്ട്. അപ്പോൾ 3 കണ്ടെയ്നർ എൻ്റെ കയ്യിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങളങ്ങനെ ഷെയറാക്കി കഴിക്കാമെന്നുള്ളതിൽ 3ലേക്ക് അഡ്ജസ്റ്റ് ആക്കി ഇട്ടതാണ്. പിന്നെ ഇലയൊക്കെ പറിച്ച് പുറത്ത് പോയിട്ട് ഒന്നിനും കഴിയുന്നില്ല. കാരണം മഴ നല്ലപോലെ രാവിലെയും നമുക്ക് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല. ഇലയിൽ പൊതിഞ്ഞ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് വന്ന് കണ്ടെയ്നർ കഴുകുകയും വേണ്ട. പിന്നെ ഇലയിൽ പൊതിഞ്ഞ് കൊണ്ടുപോകുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. പക്ഷേ ഇപ്പോൾ അതിനൊന്നും മഴ പെയ്യുമ്പോൾ നമുക്കങ്ങനെ കഴിയില്ലല്ലോ. അങ്ങനെ പിന്നെ ഞാൻ കണ്ടെയ്നറിൽ തന്നെ എല്ലാം പാക്ക് ചെയ്തെടുത്ത് നമ്മൾ 6 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ 7 മണിയൊക്കെ ആയിട്ടുണ്ടാവും ഇറങ്ങാൻ. കാരണം അത്രയും നമുക്ക് മഴ കാരണം എല്ലാം സ്ലോ ആണ്. മഴയത്ത് കുട്ടികളെ എഴുന്നേൽക്കാൻ മടിയാണ്. പിന്നെ നമുക്ക് വലിയവർക്ക് തന്നെ എല്ലാ ജോലികളും പെട്ടെന്ന് ചെയ്തെടുക്കാൻ മഴയത്ത് മടിയാണ്. അങ്ങനെ നല്ലപോലെ വിളിച്ചു വെക്കുമെന്ന് 7 മണി ആയിട്ടില്ല, ഏകദേശം ഒരു 6:45 ആകുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് വണ്ടിയിലേക്ക് കയറാൻ വേണ്ടി നിന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ബ്ലാക്ക് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങൾക്ക് ഒരു മെറ്റീരിയൽ, അത് ഞാൻ ഈ ഒരു രീതിയിലാട്ടോ സ്റ്റിച്ച് ചെയ്തെടുത്തത്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്ത് തരാം. സ്റ്റിച്ച് ചെയ്തത് ഒന്നിനും ടൈം കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ എനിക്കിപ്പോൾ കുറച്ച് മടിയോ ചമ്മലോ അങ്ങനെ എന്തൊക്കെയോ എവിടുന്നൊക്കെയോ വരുന്നുണ്ട് കേട്ടോ, എന്താണെന്നറിയില്ല. പിന്നെ മഴയായതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നല്ല ബ്ലോക്കാണ്. എന്തായാലും മോളെ ക്ലാസ് ഫസ്റ്റ് അവർ കട്ടാവുന്ന കാര്യത്തിൽ ഉറപ്പായി. കാരണം കൊയിലാണ്ടി വരെ നല്ല ബ്ലോക്കുണ്ട്. റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ സർവീസ് റോഡിലൂടെ നമ്മൾ പോകുമ്പോൾ നല്ലപോലെ കുണ്ടും കുഴിയും വെള്ളവും ഒക്കെ നിറഞ്ഞ റോഡും പിന്നെ അത്യാവശ്യം നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ കൊയിലാണ്ടി വരെ നമ്മൾ എത്തിപ്പെടും. പക്ഷേ കൊയിലാണ്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല റോഡാട്ടോ. പിന്നെ മഴയത്തുള്ള യാത്ര നല്ല രസമല്ലേ, നല്ലോണം ആസ്വദിച്ച് നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ആ യാത്ര നമുക്ക് നല്ലൊരു ഓർമ്മയായി മാറ്റിയെടുക്കാം. പക്ഷേങ്കിൽ ചില സമയത്ത് നമ്മളെ മൂഡനുസരിച്ചിരിക്കും. നമ്മൾ നല്ല ടെൻഷനിലാണെങ്കിൽ എന്ത് മഴയല്ലേ, എത്ര യാത്രയായാലും നമുക്ക് ഒരു പരിധിവരെ ആ ഒരു മൂഡിനെയൊക്കെ മാറ്റിമറിക്കാൻ ചിലപ്പോൾ ഈ ഒരു യാത്രയ്ക്ക് കഴിഞ്ഞെന്നിരിക്കാം. അപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പിന്നെ കൊയിലാണ്ട് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വണ്ടി സൈഡാക്കി ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിങ്ങനെ നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേങ്കിൽ എവിടെ സൈഡാക്കിയാൽ നമുക്കൊന്ന് കൈ കഴുകാനോ ഒന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത അത്ര നല്ല മഴയായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, എല്ലാവർക്കും നല്ല വിശപ്പ് തുടങ്ങിയോണ്ട് തന്നെ പിന്നെ നമ്മളൊരു സൈഡാക്കി അങ്ങനെ കഴിച്ച്. ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു കഷ്ണങ്ങളൊന്നും ഇല്ലാതെ എങ്ങനെ സാമ്പാർ എന്നൊക്കെ ഉള്ളത്. പക്ഷേ കഴിച്ചപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ്. കാരണം അത്രയും ടേസ്റ്റാണ് ടിഫിൻ സാമ്പാർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഭയങ്കര തിരക്കിലെല്ലാം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ കഴിഞ്ഞല്ലോ. പിന്നെ ഞാൻ പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റിൽ കയറിയാൽ ഒരു 1 അവർ എങ്ങനെയാണ് നമുക്കൊരു ഫുഡ് ഓർഡർ ചെയ്ത് വന്ന് കഴിക്കാനായിട്ട്. പക്ഷേ എന്തായാലും എനിക്കറിയാം അപ്പോഴത്തേക്ക് എൻ്റെ മോളുടെ ഫസ്റ്റ് അവറും സെക്കൻഡ് അവറും തേർഡ് അവറും കട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പം തന്നെ ബ്ലോക്ക് കാരണം നമുക്ക് ഫസ്റ്റ് അവർ ഓൾറെഡി കട്ടായി. അതിനോടൊപ്പം നമ്മൾ ഫുഡ് കഴിക്കാനും കൂടി കയറുന്നതാണെങ്കിൽ പിന്നെയും സെക്കൻഡ് അവറും കൂടി കട്ടാവും. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് രാവിലെ കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് ഇഡ്ഡലിയും തലേദിവസം സാമ്പാറൊക്കെ കുക്ക് ചെയ്ത് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്. ബ്ലോക്ക് ഞാൻ ഓൾറെഡി പ്രതീക്ഷിച്ചിരുന്നു കുറച്ചുണ്ടാവും. പിന്നെ റെസ്റ്റോറൻറ്റിൽ കയറിയ ഒരു ടൈമിങ്ങും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് ഇങ്ങനെ എടുത്തിട്ട് വന്നത്. പക്ഷേ പ്രത്യേക ഒരു രസമാട്ടോ, നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് കഷ്ടപ്പെടണമെന്നേ ഉള്ളൂ. കുക്ക് ചെയ്ത് എടുത്തിട്ട് വണ്ടിയിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. പിന്നെ നമ്മൾ ക്യാമ്പസിലെത്തിയപ്പോൾ തന്നെ അവൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഇനിയിപ്പോൾ എന്താ മാഡത്തിൻ്റെ അടുത്ത് പറയുക, അങ്ങനെയൊക്കെ 100 റീസൺ പറയണം ഉള്ളിലേക്ക് കയറണമെങ്കിൽ. കാരണം കറക്റ്റ് ടൈമിന് എപ്പോഴും പഞ്ച്വാലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യമാണ്. നമ്മളത് കറക്റ്റ് ടൈമിന് എവിടെ എത്തിയാൽ നമുക്കൊരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ കറക്റ്റ് ടൈമിന് എത്തിയിട്ടില്ലെങ്കിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞങ്ങളും 6 മണിക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഒരു 10-15 മിനിറ്റ് ലേറ്റ് ആവുമായിരുന്നുള്ളൂ. പക്ഷേ നമ്മൾ ഇറങ്ങാൻ ഓൾറെഡി ലേറ്റായി, പിന്നെ ബ്ലോക്കൊക്കെ ആയിട്ട്. പക്ഷെ അതൊന്നും അവിടെ നമുക്ക് റീസൺ പറയാൻ കഴിയില്ല. കാരണം നമ്മൾ ഓൾറെഡി അങ്ങനെ അതൊക്കെ മുൻകൂട്ടി കണ്ട് നമ്മൾ കുറച്ചും കൂടി നേരത്തെ ഇറങ്ങണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനവിടെ കണ്ടിട്ട് ഒരു എക്സ്ക്യൂസ് പറയാനോ അല്ലെങ്കിൽ ഇന്നത്തെ അറ്റൻഡൻസ് വേണ്ടിയിട്ട് പറയാനോ ഒന്നും ഞാൻ നിന്നിട്ടില്ല. കാരണം നമ്മളെ ഭാഗത്താണ് തെറ്റ്. നമ്മൾ അതെല്ലാം മുൻകൂട്ടി കണ്ട് നേരത്തെ തന്നെ വരേണ്ടതായിരുന്നു എന്നുള്ളത്
എനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ടേ ഇല്ല. ഹസ്ബൻഡ് പറഞ്ഞു ഒന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കുന്നോ എന്നുള്ളത്. ഞാൻ ചോദിച്ചില്ല, കാരണം ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് പിന്നെ നമ്മൾ എത്ര ന്യായീകരിച്ചിട്ടോ കാര്യമില്ലല്ലോ. അങ്ങനെ മോളെ ഞാൻ പറഞ്ഞയച്ച് പിന്നെ ഇതാണ് ക്യാമ്പസ്. അങ്ങനെ ഞങ്ങൾ അവിടെ വിട്ടിട്ട് തിരിച്ച് വരുമ്പോൾ ഇനിയിപ്പോൾ എത്രയാലോ ഇപ്പോൾ ഒരു സെക്കൻഡ് ഇയർ കഴിയാറായി, എന്നിട്ട് പോലും എനിക്ക് ആ ഒരു ടെൻഷൻ ഇതുവരെ മാറിയിട്ടില്ല. ചില ആൾക്കാർക്ക് ഒന്നും ഉണ്ടാവില്ല, ചില ആൾക്കാർക്ക് നല്ല ടെൻഷൻ ഉണ്ടാവും. അതെല്ലാം ഓരോരുത്തരുടെ മാനസികാവസ്ഥ അനുസരിച്ചിരിക്കും. പിന്നെ ഈ ഒരു ക്യാമ്പസ് നല്ല റിലാക്സ് ആട്ടോ. നമുക്ക് പോയാൽ തന്നെ മനസ്സിലൊന്ന് റിലാക്സ് ആവും. പിന്നെ മോളെ കൊണ്ടുപോയി തിരിച്ച് വരുമ്പോൾ ഈ പള്ളിയുടെ മുന്നിലോട്ട് ഇങ്ങനെ കടന്നു പോകുമ്പോൾ തന്നെ എനിക്കൊരു കുറച്ചൊരു സമാധാനമായി. പിന്നെ തവക്കൽത്തു അലല്ലാഹ് എന്നുള്ള രീതിയിൽ ഞാൻ എപ്പോഴും മക്കളെ അവിടെ ഏൽപ്പിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങും. അല്ലാതെ നമ്മൾക്കിപ്പോൾ എന്താ പറയുക, കൂടെ നടക്കാനോ ഒന്നും കഴിയില്ലല്ലോ. പിന്നെ അവരുടെ വിദ്യാഭ്യാസം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് മോളെ കൊണ്ടുപോയിട്ട് വിട്ടാലും അവിടെ വിദ്യാഭ്യാസത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. പിന്നെ എല്ലാം നമ്മൾ മക്കളടുത്ത് പറഞ്ഞു കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുക. തവക്കൽത്തു അലല്ലാഹ് ആ ഒരു രീതിയിൽ ഞാൻ അങ്ങനെ ഓരോ പ്രാവശ്യം കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരുന്നത്. അല്ലാണ്ട് നമുക്കിപ്പോൾ കൂടെ നിർത്തി പഠിപ്പിക്കാമെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും അങ്ങനെ നമുക്ക് കഴിയില്ലല്ലോ. അങ്ങനെ നമ്മളവിടെ തിരിച്ചിറങ്ങി. ഇനിയിപ്പോൾ ഒന്നുമില്ല കേട്ടോ, നേരെ വീട്ടിലേക്ക്. പിന്നെ കൊയിലാണ്ടി എത്തിയപ്പോൾ എല്ലാവർക്കും ഒരു ചാഞ്ചാട്ടം, ഒരു ഇളനീർ ജ്യൂസ് വേണമെന്നുള്ളത്. അങ്ങനെ അവിടെ കയറിയിട്ട് ഇളനീർ ജ്യൂസും കുടിച്ച് പോവാം. ഞാൻ തലേ ദിവസം ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി കുറച്ച് ഫ്രിഡ്ജിൽ കിടപ്പുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് പോയി ചൂടാക്കി കഴിച്ചാൽ മതി. അതുകൊണ്ട് പിന്നെ ഫുഡ് കഴിക്കാൻ തിരിച്ച് വരുമ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലൊന്നും കയറിയിട്ടില്ല. അങ്ങനെ പിന്നെ നമ്മൾ ഇവിടുന്ന് ഇളനീർ ജ്യൂസും പിന്നെ ഒരു ചിക്കൻ സമൂസയും. ഇവിടുത്തെ ചിക്കൻ സമൂസയിൽ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇളനീർ ജ്യൂസ് പണ്ടത്തെ ടേസ്റ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. കാരണം പണ്ട് നല്ല ടേസ്റ്റ്, നല്ല തിക്കായിട്ടുള്ളൊരു ജ്യൂസായിരുന്നു. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം വെള്ളം പോലത്തെ ജ്യൂസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അധികം തണുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ഭയങ്കര ഓവർ മധുരമായിട്ടൊക്കെ ഫീൽ ചെയ്തിന് എനിക്ക്. പണ്ടത്തെ ടേസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ ഇല്ലയെന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ എത്രയാലും അവിടെ എത്തുമ്പോൾ എല്ലാവരും ഓട്ടോമാറ്റിക്കലി കയറി കുടിക്കും. അപ്പോൾ ഇൻഷാ അള്ളാ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ.